കണ്ണൂർ പിണറായിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണം വികസന തുടർച്ചയിലുള്ള ഉറച്ച വിശ്വാസം പ്രകടമാക്കുന്നതായിരുന്നു. ജനവിശ്വാസമാണ് LDFന്റെ കരുത്തെന്നും 2021-നേക്കാൾ വലിയ വിജയം ഇത്തവണ ജനങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ആകെ തകർന്നു പോകുമെന്ന ഘട്ടം വന്നിട്ടുണ്ട്. നമ്മളെ മുന്നോട്ട് നീക്കാൻ തടസ്സമുണ്ടാക്കും വിധത്തിലുള്ള വിവിധ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഘട്ടങ്ങളിലെല്ലാം വളരെ കൃത്യതയോടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ LDFന് കഴിഞ്ഞുവെന്നും അതെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെന്നും ജനങ്ങളാകെ കാണുകയാണ്. ഇതാണ് LDFന്റെ കരുത്ത്. ഈ കരുത്തിനെ പൊളിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ഫലം കിട്ടില്ല. ഇതെല്ലാം ജനങ്ങളുടെ അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന കാര്യമാണ്. ഞങ്ങളെപ്പോഴും ജനങ്ങളെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തത്. ആ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിലും തുടരുന്നത്. കഴിഞ്ഞ 10 വർഷമെടുത്താൽ 2016 ജനങ്ങൾ നൽകിയതിനേക്കാളും കൂടുതൽ സീറ്റാണ് 2021 LDFന് നൽകിയത്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം തന്നെയായിരുന്നു. ഒരു സംശയവുമില്ല, 2021 ലഭിച്ചതിനേക്കാളും കൂടുതൽ സീറ്റാണ് ഇത്തവണ ജനങ്ങൾ LDFന് നൽകാൻ പോകുന്നത്. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. നമുക്ക് ഒരു വികസിത കേരളം, അതാണ് ഞങ്ങൾ LDF പറഞ്ഞ നവകേരളം. അത് ഒരു സ്വപ്നമല്ല, സാധ്യമാക്കാവുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് നമുക്ക് നീങ്ങാം. 2031-ലേക്കുള്ള കേരളം എങ്ങനെയാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതുമാണ്. അവസാന ഘട്ടത്തിൽ പൈസ കൊടുത്ത് വോട്ട് മറിക്കാൻ, പൈസയുടെ കാര്യം വേറെ, വർഗീയ നീക്കം വേറെ. അതിൽ വർഗീയ നീക്കത്തിന്റെ കാര്യം എടുത്താൽ അത്തരം നീക്കങ്ങൾ കൊണ്ടൊന്നും ആളുകളെ സ്വാധീനിക്കാൻ കഴിയില്ല. ഞാൻ ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പ്രചരണവുമായിട്ട് 2 ജില്ലയൊഴികെ ബാക്കി എല്ലാ ജില്ലകളിലും പോയതാണ്. ആ ജില്ലകളിലെല്ലാം കാണാൻ കഴിഞ്ഞത് എല്ലാ വിഭാഗവും, ഞാൻ പ്രത്യേകം വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ വിഭാഗവും നല്ല ഉണർവോടെ ഉന്മേഷത്തോടെ LDFനോടൊപ്പം അണിനിരക്കുന്നതാണ്. പ്രത്യേകിച്ച് ആരെയാണോ ഇത്തരം ആളുകൾ ലക്ഷ്യമിടുന്നത് അത്തരം ആളുകളുടെ കണ്ണിലെ തിളക്കം, മുഖത്തെ പ്രസന്നത, ഇതെല്ലാം നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. അത് LDFനോടുള്ള അദമ്യമായ അനുകൂല വികാരമാണ് കാണിക്കുന്നത്. അതിനെ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ പ്രചരണം കൊണ്ട് പൊളിക്കാൻ കഴിയുന്നില്ല. പൈസ അത് കേരളത്തിന് പുറത്ത് സാധാരണ പലരും പ്രയോഗിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരള വോട്ടർമാർ എല്ലാ കാലത്തും പ്രബുദ്ധരാണ്. അത്തരത്തിലുള്ള പൈസ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുക എന്നത് അവർ നല്ലോണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നു പോകാൻ കേരളത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ക്യാഷ് അവരവർ പൂരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ഈ അഴിമതി കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിട്ടുള്ള ആളാരാണ് നിങ്ങൾക്കറിയില്ലേ? അത് ഇദ്ദേഹമാണ്. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല കേട്ടോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാം. UDF 100 സീറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ് VD സതീശൻ. നമ്മുടെ ഒരു കണക്ക് അങ്ങനെയൊന്നും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കണക്കൂട്ടിയാൽ മതിയല്ലോ. VD സതീശനൊരു വനവാസം ഉള്ള ആവുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമോ ഇത്? ഞാൻ പറയാതാണ് പറഞ്ഞത്. അത് വോട്ട് എണ്ണി കഴിഞ്ഞിട്ട് പറയാം. പ്രതിപക്ഷ നേതാവിന് ഒരു വനവാസമായി മാറുന്ന തെരഞ്ഞെടുപ്പായി മാറുമോ? വോട്ട് എണ്ണി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അന്നേരം പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതപ്പോ പറയാം. പണവും വർഗീയതയും
ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാനാവില്ലെന്ന് പാലക്കാട്ടെ സംഭവങ്ങളെ സൂചിപ്പിച്ച് അദ്ദേഹം വ്യക്തമാക്കി. നവകേരളം ലക്ഷ്യമിട്ടുള്ള വികസന പദ്ധതികൾ 2031 പൂർത്തിയാക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വോട്ടെടുപ്പിന് ശേഷം രാഷ്ട്രീയ വിവാദങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു.